നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴ മുന്നറിയിപ്പ് നോക്കാം നമുക്ക്. ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. പലയിടത്തും ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്ന രീതിയിലാണ് കാലാവസ്ഥ ആയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് അലേർട്ട് ഉള്ളത്. മഞ്ഞ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടും. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, ശ്രീലങ്കൻ തീരം, വടക്കൻ തമിഴ്നാട് തീരം, ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ മ്യാൻമാർ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും. ഡാമുകളൊക്കെ തുറക്കുന്നുണ്ട്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിലെ ജലനിരപ്പ് 3ാം മുന്നറിയിപ്പ് നിലയായ റെഡ് അലേർട്ടിലേക്ക് അടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഡാമിന്റെ 4 ഷട്ടറുകളും ഒരു 20 സെന്റിമീറ്റർ വീതം ഉയർത്തുകയുണ്ടായി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചിരുന്നു. മാത്രമല്ല, കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എൽനിനോ പ്രതിഭാസമൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട്. നിലവിൽ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽനിനോ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഇത് കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. സമുദ്രോപരിതലത്തിലെ താപവർദ്ധനവിനോട് അന്തരീക്ഷം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാൽ സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥകൾ ഇപ്പോൾ എൽനിനോ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ഇത്തരത്തിൽ ഈ പ്രതിഭാസം കൂടി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ആയിരിക്കുക. മഴ മുന്നറിയിപ്പൊക്കെ പാലിക്കുക. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.